എന്നാണോ പറയേണ്ടത്, അത് അവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ആത്മീകമായ ഊന്നലിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ വിഷയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളുണ്ട്. ഒന്ന്, പ്രാദേശികമായ സംസ്കാരമാണ് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത്, ആത്മീകവും വേദശാസ്ത്രപരവുമായ ഒരു കാഴ്ചപ്പാടാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളുടെ ഈ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ വേദഭാഗങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രാദേശികമായ സംസ്കാരമാണ് ഉപദേശത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഇന്ന് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ആത്മീകമായ കാഴ്ചപ്പാടാണെങ്കിൽ സ്ത്രീ പുരുഷ നേതൃത്വത്തിൻ്റെ അനുസരണവും അതിൻ്റെ ഒരു ബാഹ്യ അടയാളം എന്ന നിലയിലുമാണ് മൂടുപടത്തെക്കുറിച്ച് പറയുന്നത് എന്ന് വരും. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നുവെങ്കിൽ അതൊരു പ്രാദേശികമായിരിക്കുന്ന വിഷയം മാത്രമാണ്. ഓരോ പ്രദേശത്തുമുള്ളതായിരിക്കുന്ന സഭകൾക്ക് അവരുടെ പ്രദേശത്തെ സംസ്കാരം അനുസരിച്ച് ഈ വിഷയത്തിൽ വ്യത്യാസങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അങ്ങനെയുള്ളവർ പറയുക. എന്നാൽ അതൊരു ആത്മീക വിഷയമാണെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലെയും എല്ലാ കാലത്തുമുള്ള സഭകൾ പാലിക്കേണ്ട ഒരു ഉപദേശമാണ്. അത് വ്യത്യാസപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ രണ്ട് ഉപദേശങ്ങളുടെയും അടിസ്ഥാനത്തിലും വ്യാഖ്യാനത്തിലും വരുന്നതായിരിക്കുന്ന വ്യത്യാസം. പുതിയ നിയമത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന ലേഖനത്തിൽ, ഒന്നാം ലേഖനത്തിലല്ലാതെ ശിരോവസ്ത്രത്തെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ന്യായമായിരിക്കുന്ന ചോദ്യമാണല്ലേ. മറ്റ് വേദഭാഗങ്ങളിലൊന്നും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. അതിനും വേദശാസ്ത്രികൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ടെങ്കിലും പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒന്ന്, അന്നത്തെ കാലത്തെ ഓരോ പ്രദേശത്തിൻ്റെയും രീതി അനുസരിച്ച് ദൈവസഭകൾ മുന്നോട്ട് പോയതുകൊണ്ടാകാം പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിലൊന്നും പറയാതിരുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം, വാമൊഴിയായി അപ്പോസ്തലന്മാർ സഭകളെ ഈ ഉപദേശം പഠിപ്പിക്കുകയും വിശ്വാസികൾ അതനുസരിച്ച് ചെയ്തു പോരുകയും ചെയ്തു. എന്നാൽ കൊരിന്തിലൊഴികെ മറ്റൊരു പ്രാദേശിക സഭയിലും അത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനോ മറ്റ് അപ്പോസ്തലന്മാരോ അതിനെ സംബന്ധിച്ച് എഴുതേണ്ടതായിരിക്കുന്ന ആവശ്യം വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. അപ്പോൾ ഈ വേദഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വ്യത്യസ്തമായിരിക്കുന്ന രണ്ട് അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനം ഈ വേദഭാഗത്തിന് നൽകുന്നു എന്നതിനാൽ ഈ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പുതിയ നിയമത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അന്നത്തെ യഹൂദ യവന റോമ സംസ്കാരത്തിലുള്ളവരാണ് അന്ന് സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരായിരിക്കുന്ന ആളുകൾ. മിക്കവാറും അങ്ങനെയുള്ള ധാരാളം ആളുകളാണ് സഭകളിലേക്ക്, പ്രത്യേകിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ടീമിൻ്റെ പ്രവർത്തനങ്ങളാൽ മുന്നോട്ട് വന്ന സഭകളിലുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വന്നവരായിരിക്കുന്ന ആളുകളുടെ വസ്ത്രധാരണ രീതികളും മതാചാരങ്ങളും ഒക്കെ അതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്ന ആചാര രീതികളും വസ്ത്രധാരണ രീതികളുമായിരുന്നു എന്ന് അന്നത്തെ സംസ്കാരത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അവർ നിലനിർത്തിയിരുന്നു എന്ന് നമുക്കറിയാം. റോമൻ സംസ്കാരം അനുസരിച്ചാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന പുരോഹിതന്മാർ തലയിൽ ശിരോവസ്ത്രം ധരിച്ചിരുന്നു. അതിന് തെളിവുകളുണ്ട്. ശിരോവസ്ത്രം ധരിച്ച് പ്രാർത്ഥിക്കുന്ന അഗസ്റ്റർ ചക്രവർത്തിയുടെ പ്രതിമകൾ റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയും അങ്ങനെയുള്ളതായിരിക്കുന്ന രൂപം
അച്ചടിച്ചതായിരിക്കുന്ന നാണയങ്ങൾ റോമാ സാമ്രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ പുരാവസ്തു ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇത് സീസർ റോമൻ മതത്തിൻ്റെ അധിപതിയാണ് എന്നുള്ള ഒരു ധാരണ ആളുകളിൽ ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അത് ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ റോമൻ സീസർമാരെ അനുകരിച്ച് റോമൻ പൗരന്മാരും ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിരോവസ്ത്രം ധരിക്കുന്ന രീതി അന്നത്തെ സംസ്കാരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കൊരിന്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കൊരിന്ത് ഒരു ഗ്രീക്ക് പട്ടണമാണ്. അക്കാലത്ത് കൊരിന്ത് റോമൻ ഭാഗമാണെങ്കിലും കൊരിന്തിലുള്ളതായിരിക്കുന്ന റോമൻ പൗരന്മാരായിരിക്കുന്ന ആളുകൾ അവരും ഇതുപോലെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതായ അവസരങ്ങളിൽ സീസർമാരെ അനുകരിച്ച് അവരെ ശിരോവസ്ത്രം ധരിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ദേവന്മാരെ പൂജിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ അവരെ അനുകരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മൂടുപടം എന്ന് പറയുന്നത് കൊരിന്തിലെ സമൂഹത്തിൽ സ്ത്രീകളുടെ ഒരു സാമൂഹ്യ വസ്ത്രധാരണമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഗ്രീക്കുകാരുടെ ഇടയിൽ ഒരു പുരുഷൻ ശിരോവസ്ത്രം ധരിക്കുമ്പോൾ അവൻ ശ്രൈണഭാവം ധരിക്കുന്നു എന്ന ചിന്തയാണ് ഗ്രീക്കുകാർക്കുണ്ടായിരുന്നത്. കാരണം അവരുടെ ഇടയിൽ പുരുഷന്മാർ ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത് അവരുടെ സംസ്കാരത്തിന് ചേരുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. അത് സ്ത്രീ പുരുഷ വ്യത്യാസത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് ഗ്രീക്കുകാർ കരുതിയത്. അതുകൊണ്ട് ഈ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ നിന്ന് വന്നതായിരിക്കുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആചാരങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണവുമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള അപരിഷ്കൃതരായിരിക്കുന്ന ഗോത്രവർഗങ്ങളിലെ പുരുഷന്മാർ നീളമുള്ള മുടിയുള്ള പുരുഷന്മാരായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന് മുമ്പുള്ളതായിരിക്കുന്ന അസീറിയൻ സാമ്രാജ്യത്തിലെ പുരുഷന്മാരും മുടി നീട്ടി വളർത്തുന്ന രീതിയും ആചാരവും നിലനിർത്തുന്നവരായിരുന്ന ആളുകളാണ്. എന്നാൽ ഇവരെല്ലാം അവരെയൊക്കെ റോമാക്കാർ കണക്കാക്കുന്നത് അപരിഷ്കൃതരായിരിക്കുന്ന ആളുകളാണ്, ബാർബേറിയന്മാർ എന്ന നിലയിലാണ്. സംസ്കാരശൂന്യരായിരിക്കുന്ന ആളുകൾ, കിരാതന്മാരായിരിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്ത. റോമാക്കാരുടെ ചിന്ത അതാണ്. അതിനാൽ നീളമുള്ളതായിരിക്കുന്ന മുടിയുള്ള പുരുഷന്മാരെ അപരിഷ്കൃതരുടെ അടയാളമായിട്ടാണ് അവർ കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ പോലെ തന്നെ സ്ത്രീ വിമോചനക്കാരായിരിക്കുന്ന ആളുകൾ അക്കാലത്തും ഉണ്ടായിരുന്നു എന്നാണ്. റോമൻ സംസ്കാരം ഇന്നത്തെ കാലത്തെ പോലെ തന്നെ വളരെ പുരോഗതി പ്രാപിച്ച ഒരു സംസ്കാരമായിരുന്നു. ആ സംസ്കാരത്തിൽ സ്ത്രീ വിമോചന മുന്നേറ്റക്കാരുടെ ഒരു 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 പ്രവർത്തനം തന്നെ സാംസ്കാരികമായ പുരോഗതിയുടെ ഭാഗമായി നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ആധുനിക കാലത്ത് കാണുന്ന എല്ലാ സാമൂഹ്യ മുന്നേറ്റങ്ങളും അതിൻ്റെ പരിണിതഫലമായിരിക്കുന്ന ദുഷ്ടതകളും പാപങ്ങളും ഒക്കെ റോമിൽ നിലനിന്നിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അന്നത്തെ വനിതാ മുന്നേറ്റങ്ങളെ ചരിത്രകാരന്മാർ പുതിയ സ്ത്രീ മുന്നേറ്റം എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ നിലയിൽ ഇന്ന് ഉള്ളതായിരിക്കുന്ന ഈ സ്ത്രീ വിമോചന ആളുകൾ പറയുന്നത് പോലെയുള്ള പല പരിപാടികളുണ്ടായിരുന്നു. ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുക, പുരുഷന്മാരെ പോലെ തന്നെ തങ്ങൾക്കും ജോലി ചെയ്യണമെന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുക, പുരുഷന്മാർക്ക് തുല്യരായി അവരുടെ വേഷവിധാനങ്ങൾ അണിയുക, ഇതെല്ലാം അന്നത്തെ സംസ്കാരത്തിൽ ഈ സ്ത്രീ മുന്നേറ്റക്കാർ കൊണ്ടുവരുന്നതായിരിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ മുന്നേറ്റവും ഇവരുടെ ആശയങ്ങളും കൊരിന്തിലുള്ളതായിരിക്കുന്ന ആളുകളെയും സ്വാധീനിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. യഹൂദന്മാരുടെ ആചാര രീതി നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ക്രിസ്പോസും കുടുംബവും പോലെയുള്ളതായിരിക്കുന്ന പല യഹൂദന്മാരും കൊരിന്തിലും അതുപോലുള്ള സമീപ സഭകളിലും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു ചരിത്രപരമായിരിക്കുന്ന കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ചെല്ലുന്നിടത്തല്ല യഹൂദന്മാരോടാണ് സുവിശേഷം പറയുന്നത്. അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ യഹൂദ മതത്തിൽ നിന്ന് വരുന്നവരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ യഹൂദ മഹാപുരോഹിതനും പുരോഹിതന്മാരുമൊക്കെ ശിരോവസ്ത്രം ധരിക്കുന്നവരായിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അതിനുള്ളതായിരിക്കുന്ന പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം.
യഹൂദ സ്ത്രീകൾ പരസ്യസ്ഥലങ്ങളിൽ ശിരോവസ്ത്രം ധരിച്ചാണ് അവർ സമൂഹത്തിൽ സഞ്ചരിക്കുക, അവർ ഇറങ്ങി പോവുക. അത് അവരുടെ സംസ്കാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഹൂദ സിനഗോഗുകളിൽ പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ശിരോവസ്ത്രം ധരിക്കുന്നവരായിരിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ സാംസ്കാരികമായി ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സാംസ്കാരികമായി നോക്കിയാൽ വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ഒരു കാലത്താണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ശുശ്രൂഷ നടക്കുന്നത്. അത്തരത്തിലുള്ള സാംസ്കാരികമായ ജീവിത രീതികൾ പുലർത്തിയിരുന്നവരായിരിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് കാണാം. അത് നമുക്ക് അതിൻ്റെ സംസ്കാര പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് സഭയിലേക്ക് വന്ന വിശ്വാസികളുടെ ഇടയിൽ സാംസ്കാരികവും സാമൂഹികവുമായ പല ആചാരങ്ങളുടെയും പേരിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആശയക്കുഴപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊരിന്തിലെ സഭ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് ഈ വിഷയം സംബന്ധിച്ചും പൗലോസിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് എഴുതി ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പല വിഷയങ്ങൾ പൗലോസ് അപ്പോസ്തലനോട് എഴുതി അവർ ചോദിക്കുന്നുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ അഭിപ്രായം ഈ വിഷയം സംബന്ധിച്ച് എന്താണ്? യഥാർത്ഥത്തിൽ ആ എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള പൗലോസിൻ്റെ മറുപടിയുടെ ഭാഗമാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ശിരോവസ്ത്രം ധരിക്കുന്നതിൻ്റെ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടാണ് പൗലോസ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് അക്കാലത്ത് ഈ ശിരോവസ്ത്രം ധരിച്ച് സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയേണ്ട ആവശ്യം വന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് പൗലോസ് അത് എഴുതുന്നത് നമുക്കറിയാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 16 വരെയുള്ള ഭാഗത്ത് ആരൊക്കെയാണ് ശിരോവസ്ത്രം ധരിക്കേണ്ടത്, എപ്പോഴാണ് ധരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് മൂടുപടം ധരിക്കേണ്ടത്, ധരിക്കരുതാത്തത് എന്നൊക്കെ ഒരു വേദശാസ്ത്ര വീക്ഷണത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ആ ഭാഗത്ത് വിശദീകരിക്കുന്നതെന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാംസ്കാരികമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തേക്കാൾ ഉപരി വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളതായിരിക്കുന്ന ആളുകൾ വന്നു ചേർന്നിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് ഒരു വേദശാസ്ത്ര വീക്ഷണത്തിൽ, ഒരു ക്രൈസ്തവ വീക്ഷണത്തിലാണ് അതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ വേദഭാഗത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, ശുശ്രൂഷകളിൽ ഉണ്ടായിരിക്കേണ്ട നേതൃത്വവും വിധേയത്വവുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ദൈവ ജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരായ വിശ്വാസികൾ അവിടെ നേതൃത്വപരമായിരിക്കുന്ന ശുശ്രൂഷയും അതിന് വിധേയപ്പെട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ശുശ്രൂഷകളുമുണ്ട്. ആ ശുശ്രൂഷകളെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നതായിരിക്കുന്നൊരു ഭാഗമാണ്. ആ വേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് പരിശോധിക്കാം. അതായത് കൊരിന്തിൽ ഉള്ള വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ വേദഭാഗം കുറിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കി ആ വേദഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കുറച്ചുകൂടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിശദീകരണം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകും. പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കൊരിന്ത്യരെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. എന്താ പുകഴ്ത്തുന്നത്? പൗലോസ് പറയുന്നു, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ അവരുടെ തെറ്റുകളെ പുകഴ്ത്തുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അവരുടെ ഇടയിലെ സാമൂഹ്യ ഭിന്നതകളെ പൗലോസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഈ ഭാഗം ആരംഭിക്കുമ്പോൾ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാണ് അവരെ പ്രശംസിക്കുകയാണ്. മറ്റേ കാര്യത്തിൽ പ്രശംസിക്കുന്നില്ല. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രശംസിക്കേണ്ട കാര്യത്തിൽ നമ്മൾ പ്രശംസിക്കണം. പുകഴ്ത്താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, പുകഴ്ത്താനായിട്ട് പാടില്ല. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മൂടുപടം സംബന്ധിച്ച ഒരു സംഘർഷം ഉടലെടുത്തപ്പോൾ അവർ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ഓർക്കുകയും താൻ നൽകിയതായിരിക്കുന്ന കൽപ്പനകളെ മുറുകെ പിടിക്കുകയും ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അവരെ പുകഴ്ത്തുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സംഘർഷം അവരുടെ മധ്യത്തിൽ ഇത് സംബന്ധിച്ച് വന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലനെ അവർ ഓർത്തു.
2, പൗലോസ് അപ്പോസ്തലൻ അവരെ ഭരമേൽപ്പിച്ചതായിരിക്കുന്ന കൽപ്പനകളെ അവർ മുറുകെ പിടിച്ചു. അതാണ് ആ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാണുന്നത്. അതാണ് അവരെ പുകഴ്ത്താനുള്ളതായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത്. പൗലോസ് ആ നിലയിലാണ് അവിടെ അത് പറയുന്നത്. ആ വാക്യത്തിൽ പറയുന്ന കൽപ്പനകളെന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രയോഗം ഇംഗ്ലീഷിൽ ഓർഡിനൻസസ് അല്ലെങ്കിൽ ഓർഡിനൻസ് അല്ലെങ്കിൽ ട്രഡീഷൻസ്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെയാണ് പരിഭാഷ ചെയ്തിട്ടുള്ളത്. ഗ്രീക്കിൽ അത് പാരഡോസിസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പകർന്നു തന്നത്, നടപടിക്രമം, നിർദ്ദേശം, മത ആചാരം, പാരമ്പര്യം എന്നൊക്കെയുള്ള ആശയത്തിലാണ് അതവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ വായ്മൊഴിയാലുള്ള പ്രമാണങ്ങളെക്കുറിച്ച് പറയാനും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ അവിടെ കൽപ്പനകളെന്ന് പറയുമ്പോൾ വാമൊഴിയാൽ അവർക്ക് കൊടുത്തതായിരിക്കുന്ന പാരമ്പര്യങ്ങൾ, കൽപ്പനകൾ, അത് അവർ മുറുകെ പിടിച്ചു. അവരെ പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനു മുൻപ് അവരെ ഉപദേശിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുവൻ മറ്റൊരാളിലേക്ക് കൈമാറുന്ന ഉപദേശങ്ങളും ജീവിത രീതികളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ പാരമ്പര്യങ്ങളായിട്ട് വരുന്നത്. പാരമ്പര്യങ്ങൾ കൈമാറുമ്പോൾ തെറ്റായിരിക്കുന്ന കാര്യങ്ങൾ വരാം, ശരിയായിരിക്കുന്ന കാര്യങ്ങളും വരാം. ശരിയായ കാര്യങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അത് നല്ല പാരമ്പര്യങ്ങളാണ്. തെറ്റായിരിക്കുന്ന കാര്യങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അത് തെറ്റായിരിക്കുന്ന പാരമ്പര്യങ്ങളാണ്. പാരമ്പര്യങ്ങൾ അതിൽ തന്നെ തെറ്റല്ല, എന്നാൽ ശരിയായിരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ പൗലോസ് അവരെ പഠിപ്പിച്ചിരുന്നു എന്ന് ആ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരെ വാമൊഴിയായി ഈ വിഷയം സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും പൗലോസ് നേരത്തെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നൽകിയതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾ പോലെയാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് എന്ന നിലയിലാണ് പൗലോസ് ഇത് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 14-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എഴുതിയത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളട്ടെ, ഒരുവൻ അറിയാതിരിക്കുന്നുവെങ്കിൽ അറിയാതെ പോകട്ടെ എന്നാണ്. അപ്പോൾ പൗലോസ് എഴുതിയതായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ കൽപ്പന പോലെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. പൗലോസ് തൻ്റെ അഭിപ്രായം ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രത്യേകമായി എടുത്തു പറയുന്നുമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെയും കൽപ്പനകൾ എന്നത് ദൈവാത്മപ്രേരിതമായി വിശ്വാസികൾക്ക് നൽകിയതായ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ്. മൂടുപടം സംബന്ധിച്ച സംഘർഷം ഉടലെടുത്തപ്പോൾ അവർ പൗലോസിനെ ഓർക്കുകയും പൗലോസ് നൽകിയതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അവർ മുറുകെ പിടിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. രണ്ടാമത്, സ്ത്രീ പുരുഷ ബന്ധത്തിലെ ക്രമീകരണത്തെക്കുറിച്ചാണ് പൗലോസ് ഇതിനോട് ചേർത്ത് പറയുന്നത്. 3-ാം വാക്യം, എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ പൗലോസ് ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞത്? അത് പറയാനുള്ള ആവശ്യം എന്താണ്? ഇവിടെ പൗലോസ് സ്ത്രീകൾ തല മൂടുന്നതിൻ്റെയും പുരുഷൻ തല മൂടാതിരിക്കുന്നതിൻ്റെയും വേദശാസ്ത്രപരമായിരിക്കുന്ന പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമെന്ന നിലയിലാണ് നമ്മൾ അവിടെ കാണുന്നത്. എല്ലാ ക്രമീകൃത സമൂഹവും നമുക്കറിയാവുന്നതുപോലെ അതൊരു നല്ല സമൂഹമായി പണിതുയർത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ അധികാരവും അധികാരത്തിന് വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളതുമായ 2 പ്രധാനപ്പെട്ട തൂണുകളിന്മേലാണ്. ഏത് പ്രസ്ഥാനവും അങ്ങനെയാണ്. ഏതൊരു സമൂഹവും പണിതുയർത്തപ്പെടുന്നത് നേതൃത്വത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന ആളുകളും. ആ 2 അടിസ്ഥാനങ്ങളിൽ മേലാണ് ഒരു സമൂഹം പണിതുയർത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ സഭയും ആ നിലയിലാണ് പണിതുയർത്തപ്പെടേണ്ടത്. ഈ 2 തത്വങ്ങളും പാലിക്കപ്പെടാതെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹവും ഉണ്ടാകുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്നൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അധികാരവും കീഴ്പ്പെടലും ഉൾപ്പെട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ബന്ധങ്ങളെക്കുറിച്ചാണ് അവിടെ പൗലോസ് പ്രസ്താവിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ ബന്ധം? ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു തലയും പുരുഷൻ അവന് വിധേയനുമാണ്. അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്, സ്ത്രീയുടെ തല പുരുഷൻ, നേതൃത്വം പുരുഷന് നൽകപ്പെട്ടിരിക്കുന്നു, സ്ത്രീ അവൻ്റെ അധികാരത്തിന് കീഴിലാണ്. മൂന്നാമത്, ക്രിസ്തുവിൻ്റെ തല ദൈവം, ദൈവിക പ്രവർത്തനങ്ങളിൽ പോലും ഒരാളത്വത്തിന് വാഴ്ചയും മറ്റൊരാളത്വം മനസ്സോടെ കീഴ്പ്പെട്ടിരിക്കുന്ന സ്ഥാനവും സ്വീകരിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് അപ്പോസ്തലനായ പൗലോസ് ആ വേദഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഈ ശിരസ്ഥാനത്തിൻ്റെ ഈ തലയുടെ സ്ഥാനത്തിൻ്റെയും ആ തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതിൻ്റെയും
അടിസ്ഥാന ക്രമീകരണം ചെയ്തിരിക്കുന്നത് ദൈവമാണ്. അതേതെങ്കിലും സംസ്കാരത്തിൽ രൂപപ്പെട്ടു വന്ന കാര്യമല്ല. അത് ദൈവികമായ ക്രമീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് സൃഷ്ടിയിലെ ക്രമീകരണത്തിലും വീണ്ടെടുപ്പിൻ്റെ ക്രമീകരണത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ദൈവിക പരിപാടികളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ക്രമീകരണം എന്ന നിലയിലാണ് ഈ നേതൃത്വത്തിന് വിധേയപ്പെടുന്ന ക്രമീകരണവും ദൈവം വച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. കീഴ്പ്പെടുക എന്നുള്ളത് എന്താണ്? ഒരാൾ ഒരു താഴ്ന്ന അല്ലെങ്കിൽ ഒരു അടിമ എന്ന നിലയിലുള്ള ഒരു സ്ഥിതിയെ കാണിക്കുന്ന അല്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. കർത്താവായ യേശു ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആളത്വപരമായ ഒരു താണ അവസ്ഥ അത് കാണിക്കുന്നില്ല. യേശു ക്രിസ്തു മനുഷ്യർക്ക് കീഴ്പ്പെട്ടിരുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലും ആളത്വപരമായി തനിക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു താഴ്ച സംഭവിച്ചു എന്നുള്ള അർത്ഥമല്ല, പ്രവർത്തനപരമായ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു പറയുമ്പോൾ ആ അർത്ഥത്തിലാണ്. സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ്. അപ്പോൾ ക്രൈസ്തവ സഭയുടെ എല്ലാ പ്രവർത്തന രംഗത്തും ഈ അധികാരവും കീഴ്പ്പെടലും മുറുകെ പിടിക്കേണ്ടതാണ് എന്നുള്ള കാര്യം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സാംസ്കാരിക ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ല പൗലോസ് വിശദീകരിക്കുന്നത്. വേദശാസ്ത്രപരമായിരിക്കുന്ന ദൈവിക ക്രമീകരണത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് പൗലോസ് ഈ വേദഭാഗത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പൗലോസ് പറയുന്നത് ഇത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ അടിസ്ഥാന തത്വം ഇനി പറയാൻ പോകുന്നതായിരിക്കുന്ന വിഷയത്തോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം വായനക്കാർ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന ആശയത്തിലാണ് പൗലോസ് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചും ആവശ്യമായിരിക്കുന്നത്. പിന്നീട് തുടർന്ന് പറയുന്നത് 4-5 വാക്യങ്ങളിൽ എന്താണ് പൗലോസ് പറയുന്നത്? മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമിടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അവമാനിക്കുന്നു. അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെ അല്ലയോ? മൂടുപടം എന്നുള്ള വിഷയം വരുന്നത് ഇവിടം തുടങ്ങിയാണ്. ഇവിടെ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നതായിരിക്കുന്ന പുരുഷനും സ്ത്രീയും പാലിക്കേണ്ടതായിരിക്കുന്ന സാമാന്യ മര്യാദകൾ, ആത്മീക മര്യാദകളാണ് പൗലോസ് പറയുന്നത്. അവിടെ പൗലോസ് പറയുമ്പോൾ എന്താ പറയുന്നത്? പുരുഷൻ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ മൂടുപടം ധരിക്കരുത്. സ്ത്രീ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ മൂടുപടം ധരിക്കണം. അതാണ് മര്യാദ. അതാണ് ഒരു ശുശ്രൂഷ രംഗത്ത് ഉള്ളതായ സ്ത്രീ പുരുഷന്മാരുടെ മര്യാദ. അതാണ് പൗലോസ് പറയുന്നത്. ഇവിടെ ശിരസിനോടുള്ളതായിരിക്കുന്ന വിധേയത്വവും ആ വിധേയത്വത്തിൻ്റെ അടയാളമായിരിക്കുന്ന മൂടുപടവുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ശുശ്രൂഷ സമയങ്ങളിൽ, അവസരങ്ങളിൽ ആ നിലയിൽ ശിരസിനോടൊരു വിധേയത്വവും ആ വിധേയത്വത്തിൻ്റെ ചിഹ്നമായിരിക്കുന്ന മൂടുപടവും. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. വിധേയത്വം എപ്പോഴും ആവശ്യമാണെങ്കിലും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് മൂടുപടം ധരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഒരു സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവസഭയുടെ മധ്യത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്നതായിരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഒരു ക്രമീകരണത്തിലാണ് അത് വെളിപ്പെടുത്തുന്നത്. സാംസ്കാരികമായ ഒരു രീതിയുടെ പശ്ചാത്തലത്തിലുള്ള ഉപദേശമായിട്ടാണ് എന്ന് പറയാൻ പ്രയാസമായിട്ടാണ് വരുന്നത്. കാരണം പൗലോസ് അത് വേദശാസ്ത്രപരമായിരിക്കുന്ന ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് എവിടെയും ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാർ തല മൂടരുത്, സ്ത്രീകൾ എന്ത് ചെയ്യണം? തല മൂടിയിരിക്കണം. അപ്പോൾ അവിടെ തലയെ അപമാനിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അതൊരു ചോദ്യമാണ്. സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്ന് പറയുന്ന ആളുകൾ സ്വന്തം തലയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് പുരുഷൻ പുരുഷൻ്റെ തലയെക്കുറിച്ചും സ്ത്രീ സ്ത്രീയുടെ തലയെക്കുറിച്ചുമാണ് പറയുന്നത്. ആത്മീക അർത്ഥത്തിലാണ് അപ്പോസ്തലൻ പറയുന്നത് എന്ന് പറയുന്ന ആളുകൾ ക്രിസ്തുവിനെയും പുരുഷനെയുമാണ് അവിടെ തലയായിട്ട് പറയുന്നത്. തലയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പുരുഷൻ തല മൂടിക്കൊണ്ട് ശുശ്രൂഷ ചെയ്താൽ ക്രിസ്തുവിനെ അപമാനിക്കുന്നു. സ്ത്രീ തല മൂടാതെ ശുശ്രൂഷ ചെയ്താൽ പുരുഷനെ അപമാനിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആത്മീക അർത്ഥത്തിലാണെങ്കിൽ മൂടുപടമിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പുരുഷൻ കർത്താവായ യേശു ക്രിസ്തുവിനെ തലയായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് അതിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അത് ക്രിസ്തുവിന് അപമാനമാണ്. മൂടുപടമില്ലാതെ
ശുശ്രൂഷിക്കുന്ന സ്ത്രീ ദൈവം നൽകിയതായിരിക്കുന്ന പുരുഷൻ്റെ ശിരസ്ഥാനത്തെ, നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് കീഴ്പ്പെടാനായിട്ട് മനസ്സില്ല എന്നുമാണ്. അത് പുരുഷനെ അവമാനിക്കുന്നതിനും തുല്യമായിരിക്കുന്ന കാര്യം എന്ന നിലയിലാണ് പൗലോസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ എന്ന് പറയുന്നത് അവിടെ പറയുമ്പോൾ ഉദാഹരണമായി പറയുന്ന രണ്ട് കാര്യങ്ങളെന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മൂടുപടം ഇടാതെയും രണ്ട് ശുശ്രൂഷകൾ മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് വരും. എന്നാൽ അങ്ങനെയല്ല. അവിടെ ശുശ്രൂഷകൾ എന്നുള്ള പൊതുവായിരിക്കുന്ന ആശയത്തിൽ ഉദാഹരണമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ശുശ്രൂഷകളിലെ കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നത് വിലക്കിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പൗലോസ് അപ്പോസ്തലൻ 11-ാം അധ്യായത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ പറയുന്നില്ല. എന്നാൽ അത് എങ്ങനെ ചെയ്യണമെന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. അത് എവിടെ ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അത് പുരുഷൻ തല മൂടാതെയും സ്ത്രീ തല മൂടിക്കൊണ്ടുമാണ് ആ ശുശ്രൂഷകളിൽ ഏർപ്പെടേണ്ടത്. അപ്പോൾ പൊതുവായിരിക്കുന്ന സമൂഹത്തിൽ സ്ത്രീ പുരുഷന്മാർ പാലിക്കേണ്ടതായിരിക്കുന്ന മര്യാദകളെക്കുറിച്ച് പറയുമ്പോഴാണ് അത് പറയുന്നത്. അപ്പം ഈ വിഷയം സംബന്ധിച്ച് ബൈബിളിൽ ഇവിടെ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ സ്ത്രീ മൂടുപടം ധരിച്ച് സഭയിൽ ഏത് ശുശ്രൂഷയും ചെയ്യുന്നതിനെ ന്യായീകരിക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്? മൂടുപടം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും എന്ന് ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ സഭയിലെ ഏത് തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ അത് സംബന്ധിച്ച് മറ്റ് വേദഭാഗങ്ങളിൽ പറയുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റൊരിടത്ത് സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കണമെന്നും ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ല, സംസാരിപ്പാൻ അനുവാദമില്ല എന്നും വിലക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പൊതുസഭയെ നയിക്കുന്ന വിധം ഓരോരുത്തർ ചെയ്യുന്ന ശുശ്രൂഷകളിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണം. ആ ആശയമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല എന്ന് പറയുന്നു. ഉദാഹരണത്തിന് കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അന്യഭാഷയും പ്രവചനവും മുഖ്യമായി എടുത്തുകൊണ്ട് സംസാരിക്കുന്ന അവസരങ്ങളിൽ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, സാരോപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ചെയ്തിട്ട് 34-ാം വാക്യത്തിൽ പറയുമ്പോൾ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്നപോലെ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല. നിശബ്ദരായിരിക്കാനല്ലാതെ ഉപദേശിക്കാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്താനോ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല എന്നും വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പൗലോസ് മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വേദഭാഗത്ത് സഭായോഗത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഒന്നും പറയുന്നില്ല. സഭായോഗം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേ 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വരെ സഭായോഗം നമ്മുടെ കാഴ്ചയിൽ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് സഭായോഗത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് എവിടെയായിരുന്നാലും സഭയിലെ അംഗങ്ങൾ എങ്ങനെ ശുശ്രൂഷയിൽ ഏർപ്പെടണമെന്ന് മാത്രമേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ വേദഭാഗത്ത് പറയുന്നുള്ളൂ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 6-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ, കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. ഇവിടെ മുടിയും ശിരോവസ്ത്രവും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീയുടെ മുടിയും അതുപോലെ തന്നെ ശിരോവസ്ത്രവും. സ്ത്രീക്ക് ശിരോവസ്ത്രം ഇല്ലെങ്കിൽ മുടി കത്തിരിക്കുകയോ ക്ഷൗരം ചെയ്യുകയോ ചെയ്യുന്നതിന് തുല്യമായിട്ട് കണക്കാക്കുമെന്നാണ്. അതാണ് പൗലോസ് പറയുന്നത്. മുടി കത്തിരിക്കുന്നതും ക്ഷൗരം ചെയ്യുന്നതും നല്ലതാണെന്ന് കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമല്ല നമുക്കറിയാം. അതിനു വേണ്ടിയിട്ടല്ല പൗലോസ് പറഞ്ഞത്. മുടി കത്തിരിച്ചാൽ മൂടുപടം വേണ്ടെന്നും പൗലോസ് അവിടെ പറയുകയല്ല. അങ്ങനെ പറയുകയല്ല. അത് രണ്ടും കൊരിന്തിൽ അപമാനകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളതായിരിക്കുന്ന വേശ്യമാരായിരിക്കുന്ന സ്ത്രീകൾ ആ നിലയിലുള്ളതായിരിക്കുന്ന വേഷവിധാനങ്ങളൊക്കെ പുലർത്തുന്നവരായിരിക്കുന്ന ആളുകളാണ്. അവരുടെ സംസ്കാരത്തിലും പല ആളുകളും അത്തരത്തിൽ മുടി നീട്ടുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അന്ന് കൊരിന്തിൽ ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്, കൊരിന്തിൽ പരസംഗം ചെയ്ത് ജീവിക്കുകയോ പുരുഷനെ പോലെ നടക്കാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്ത സ്ത്രീകളുടെ ഒരടയാളമായിട്ടാണ് ഈ മുറി മുറിക്കുക, മുണ്ടനം ചെയ്യുക എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന പ്രസ്താവന ഉള്ളത്. ആ സാമൂഹിക പശ്ചാത്തലത്തിൽ മൂടുപടം ധരിക്കാനുള്ള
പ്രോത്സാഹനവും കൂടെ പൗലോസ് നൽകുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മൂടുപടം ഇല്ലാതെ മൂടി നീട്ടി നടന്നാൽ അത് സമൂഹത്തിൽ മാന്യതയാണെങ്കിലും മാന്യമാണെങ്കിലും മൂടുപടം ധരിക്കുന്നതിന് പകരം മുടി മതി എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വേദഭാഗത്ത് പറയുന്നത്. മൂടുപടം ധരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മുടി എന്ത് ചെയ്യണം? കത്തിരിച്ച് കളയണം. അതാണ് അപ്പോൾ എന്താണ് കാരണം? മൂടുപടത്തിന് പകരമല്ല മുടി എന്ന ആശയം ആ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ മുടി മുറിക്കാനോ ക്ഷൗരം ചെയ്യാനോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നീളമുള്ള മുടിയാണ് സ്ത്രീകളുടെ മൂടുപടം, അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ അല്ലല്ലോ അവിടെ പറഞ്ഞത് എന്ന് നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം മുടി മുറിക്കുന്നതും ക്ഷൗരം ചെയ്യുന്നതും പുരുഷൻ്റെ നേതൃത്വത്തെ മാനിക്കാത്ത സ്ത്രീകൾക്ക് തുല്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് അന്നത്തെ സാംസ്കാരികമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ. ഇവിടെയും ശിരോവസ്ത്രത്തിൻ്റെ ആവശ്യമാണ് പൗലോസ് ആ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 7 മുതൽ 9 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ സൃഷ്ടിയിലെ ക്രമവും മൂടുപടവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഒന്നാമത് പുരുഷൻ ദൈവത്തിൻ്റെ തേജസ്സും സ്ത്രീ പുരുഷൻ്റെ തേജസ്സുമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് വ്യാഖ്യാനത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ട്. എങ്കിലും ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിമേൽ അധികാരം നടത്താൻ ദൈവം മനുഷ്യനെയാണ്, അതിനെ വാഴ്ച നടത്താൻ ദൈവം മനുഷ്യനെയാണ് ആക്കിയിരുന്നതെന്ന് നമുക്കറിയാം. അതിൽ ശിരസ്ഥാനം പുരുഷനാണ് നൽകിയിരുന്നത്, സ്ത്രീക്കല്ല. പുരുഷൻ്റെ മൂടാത്ത ശിരസ് ആ വസ്തുതയ്ക്ക് സാക്ഷ്യമാണ് എന്നാണ് അപ്പോസ്തലൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്തിനാണ് പൗലോസ് ഇങ്ങനെയുള്ള ന്യായമൊക്കെ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നമുക്ക് ഇത് കേൾക്കുമ്പം പറയുന്നതിൽ യാതൊരു യുക്തിയും നമുക്ക് തോന്നിയാല. പക്ഷെ പൗലോസ് അങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീക്ക് ഒരിക്കലും നേതൃസ്ഥാനം നൽകിയിരുന്നില്ല. അവൾ പുരുഷൻ്റെ അധികാരത്തെ യഥാർത്ഥത്തിൽ തല മൂടിക്കൊണ്ട് ആവിഷ്കരിക്കുകയാണ് ചെയ്തത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതിൽ അവൾ പുരുഷൻ്റെ തേജസ്സാണ് എന്ന നിലയിലാണ് ആ വേദഭാഗത്ത് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് പുരുഷൻ്റെ അധികാരത്തിലും നേതൃത്വത്തിലും കൂടെ വെളിപ്പെട്ടു വരുന്നതായിരിക്കുന്ന കാര്യം. ആ നിലയിൽ ഏത് ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ തേജസ്സും പുരുഷൻ്റെ തേജസ്സും എന്നാണല്ലോ പറയുന്നത്. പുരുഷൻ്റെ തേജസ് മൂടിയിരിക്കണം, ദൈവത്തിൻ്റെ തേജസ് എപ്പോഴും വെളിപ്പെട്ടിരിക്കണം. ആ ന്യായമാണ് പൗലോസ് മൂടുപടം ധരിക്കരുത്, മൂടുപടം ധരിക്കണമെന്ന് പറയുന്നതിനായിട്ട് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പുരുഷൻ ഒരു സഭയുടെ നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന ആളാണ്, ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളാണ്. ആ നേതൃത്വം പുരുഷനാണ് എന്നുള്ള കാര്യം എപ്പോഴും വെളിപ്പെട്ടിരിക്കേണ്ടതാണ്. അത് പറയുന്നു, അത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ്. രണ്ടാമത് അവിടെ പറയുന്നത് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്ന് അത്ര സൃഷ്ടിക്കപ്പെട്ടത്. വേറൊരു ന്യായമാണ് പറയുന്നത്. പുരുഷനാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷന് സൃഷ്ടിയിലുള്ള മുൻഗണന അത് ശിരസ്ഥാനത്തിൻ്റെ തെളിവായിട്ടാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പൗലോസിൻ്റെ ന്യായം, അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാമത് സൃഷ്ടിയുടെ ലക്ഷ്യമാണ്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടത്ര സൃഷ്ടിക്കപ്പെട്ടത്. 2:18 ഉൽപ്പത്തി പുസ്തകം 2:18 കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവന് തക്കതായൊരു തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, മനുഷ്യനേകനായിരിക്കുന്നല്ല എന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്യം നമുക്കറിയാം. അപ്പോൾ പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രാഥമികമായി സ്ത്രീക്കായിട്ടല്ല, പിന്നെയോ സ്ത്രീ പുരുഷനായിട്ടാണ്. ദൈവിക പരിപാടിയുടെ നടത്തിപ്പിന് സഹായിയായിട്ടാണ് സ്ത്രീയുടെ സൃഷ്ടിയെന്ന് നമുക്കറിയാം. ഒരു ഹെൽപ്പർ എന്ന നിലയിലാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. അവിടെയും നേതൃസ്ഥാനം പുരുഷന് നൽകിയിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 1 തിമോഥെയോസ് 2:13-14 വാക്യങ്ങളിൽ ഇതിന് ചേർന്ന് പറയുന്ന വാക്യമാണ് പുരുഷൻ്റെ നേതൃത്വത്തെ ന്യായീകരിക്കുന്നതിന്. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയും പുരുഷൻ്റെ നേതൃത്വത്തെ എന്ത് ചെയ്യുന്നത് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൂതന്മാരും ശിരോവസ്ത്രവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധമാണ്. അപ്പോൾ ആ വാക്യത്തിന് വ്യക്തമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. പല നിഗമനങ്ങളിലും വ്യാഖ്യാതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് ഇവിടെയോ മറ്റെവിടെയെങ്കിലുമോ ഇതിൻ്റെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഒരുപക്ഷെ പൗലോസ് അത്രയും പറഞ്ഞു നിർത്തുന്നത് കൊരിന്ത്യരോട് ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. വായനക്കാരായിരിക്കുന്ന അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം എന്ത് ചെയ്തില്ല, നൽകിയില്ല. കൊരിന്ത്യർക്ക് പരിചിതമായിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് കൊണ്ടാകാം വിശദീകരണം നൽകാത്തത് എന്നാണ് അതിന് നൽകുന്നതായിരിക്കുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതാണ്.
പിന്നെ പലരും ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനം വീണുപോയ ദൂതന്മാരാണെന്നും സ്വർഗീയ ദൂതന്മാരാണെന്നും സഭയിലെ സന്ദേശവാഹകന്മാരാണെന്നും അവരെയൊക്കെ ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ അതിന് നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിൻ്റെ അടയാളമായിരിക്കുന്ന ശിരോവസ്ത്രം സ്ത്രീകൾ ധരിക്കണം എന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ പറയുകയാണ്. ഇതിന് കൊരിന്തിലെ പാരമ്പര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വാക്യത്തിന് അവിടെയുള്ള സംസ്കാരമായിട്ടോ പാരമ്പര്യമായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധവും വ്യാഖ്യാനിക്കാനായിട്ട് കഴിയില്ല. പൗലോസ് അപ്പോസ്തലൻ എന്തിനാണ് ഇതിങ്ങനെ കൊണ്ടുവന്നത് എന്നുള്ളത് ന്യായമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ കൂടിവരവുകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ദൂതന്മാരുടെ സജീവമായിരിക്കുന്ന സാന്നിധ്യമുണ്ട് എന്ന് മറ്റു വേദഭാഗങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. യോഗ്യമായതും അയോഗ്യമായതും ഒക്കെ എന്താണെന്ന് ദൂതന്മാർ വീക്ഷിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന ദൂതന്മാർ സ്ത്രീകളുടെ അയോഗ്യമായിരിക്കുന്ന പെരുമാറ്റം ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല എന്നവർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനകത്തൊരു ന്യായമുണ്ട്. എബ്രായ ലേഖനം 1:14 മത്തായി 18:10-11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ദൂതന്മാർ സ്വർഗീയ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നുവെന്നാണ്. അപ്പം നമ്മുടെ മധ്യത്തിൽ ദൂതന്മാരുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ മീറ്റിങ്ങുകളിലും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ്. വീണുപോയ ദൂതന്മാരാകാൻ സാധ്യതയില്ല. അവർ ഈ സഭായോഗത്തിലേക്ക് മാത്രം വരുന്നത് എന്തിനാണെന്ന് എനിക്ക് തിരിയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ വേറെയും എന്ത് ചെയ്യാമല്ലോ. പിന്നെ ദൈവിക സന്ദേശം പറയുന്നവരായിരിക്കുന്ന ദൈവ ശുശ്രൂഷക്കാരാണ് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. ചിലപ്പോൾ ആകാം. ദൈവിക ദൂതുകളാണല്ലോ അവർ നൽകുന്നത്. അവർ വരുമ്പോഴും ഈ തരത്തിൽ ദൈവവചനത്തിൻ്റെ വേദശാസ്ത്രപരമായ ഉപദേശങ്ങൾ അനുസരിച്ച് കീഴ്പ്പെടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. ഒരുപക്ഷെ അതായിരിക്കാൻ സാധ്യതയില്ല. ദൈവത്തിന് കീഴ്പ്പെട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നതായിരിക്കുന്ന ദൂതന്മാർ ദൈവം വെച്ചിരിക്കുന്നതായ ക്രമീകരണങ്ങൾ കണ്ട് സന്തോഷിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 തിമോത്തിയോസ് 5:21 പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുമ്പോൾ എന്താ പറഞ്ഞത്? അവിടെ പറഞ്ഞത് ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് പറയുന്നുവെന്നാണ് അല്ലേ. അപ്പോൾ ദൂതന്മാരുടെ ഒരു സാന്നിധ്യം ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏത് വ്യാഖ്യാനം അതിന് നൽകിയാലും സ്ത്രീകളുടെ ശിരസിൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. സ്ത്രീ പുരുഷന് വിധേയാണ് എന്ന് കാണിക്കുന്ന ശിരോവസ്ത്രം ധരിക്കണം. ശിരോവസ്ത്രം എന്നത് പുറമേയുള്ള ഒരു അടയാളം മാത്രമാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മൂടുപടം എന്ന് പറയുമ്പോൾ അത് തലയിലുള്ള ഒരു അടയാളമാണ്. അത് ആന്തരികമായ വിധേയത്വത്തിൻ്റെ പുറമേയുള്ള ഒരു അടയാളമായിരിക്കുമ്പോൾ മാത്രമേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതിന് വില കൽപ്പിക്കുന്നുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് തലയിൽ മൂടുപടം ഉണ്ടായിരിക്കുകയും പുരുഷന്മാരുടെ നേതൃത്വത്തിന് വിധേയപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മൂടുപടത്തിന് എന്ത് വിലയാണ് ഉള്ളത്? മൂടുപടത്തിന് അതിൽ തന്നെ യാതൊരു വിലയും ഇല്ല എന്ന് നമുക്ക് അറിയാം. ആചാരപരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ആന്തരികമായിരിക്കുന്ന അർത്ഥത്തിന് പ്രാധാന്യവും വിലയും കൽപ്പിക്കുന്നില്ലെങ്കിൽ വെറുമൊരു ചടങ്ങ്, ആചാരം, ഒരു മത അനുഷ്ഠാനം എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നും അതിൻ്റെ പുറകിലില്ല. അപ്പോൾ ഹൃദയം യഥാർത്ഥത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് എപ്പോഴും നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന കാര്യം. അതിനടയാളമായിട്ട് മൂടുപടം ധരിക്കുകയും ചെയ്യുമ്പോഴാണ് മൂടുപടം അർത്ഥപൂർണ്ണമാകുന്നത്. പിന്നെ ഈ മൂടുപടം ഇനി എന്തോരം വേണമെന്നൊക്കെ ഉള്ളത് പൗലോസ് അതൊന്നും പറഞ്ഞിട്ടില്ല. മൂടുപടം എന്നല്ലാതെ നെറ്റിടണോ, തോർത്തിടണോ, പിന്നെന്താ, ഏതോ ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽപ്പോൾ ചേട്ടൻ്റെ നിക്കറെടുത്തിട്ടു. ഇനി അറിയാതെ അങ്ങനെ ഒരു നിക്കറെടുത്തിടുവോ എന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് തല മൂടണം എന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ളൂ. വേറെ അതിൻ്റെ വിശദീകരണമൊന്നും പറഞ്ഞില്ല. വേറെ വിശദീകരണത്തിലേക്കും തർക്കത്തിലേക്കൊക്കെ പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. അത്രയൊന്നും പോകേണ്ടതായിരിക്കുന്ന ആവശ്യമൊന്നും അതിനകത്തില്ല. തോർത്തിട്ട് മൂടായിരിക്കും, സാരിയുടെ തുമ്പായിരിക്കും, ഒരു നെറ്റായിരിക്കും. ഇതൊക്കെയുള്ളൊരു അടയാളം, ഒരു സിമ്പൽ എന്ന നിലയിലാണ്. എങ്കിലും തല മൂടുക എന്നാണ്. പിന്നെ മൂടുപടം എന്ന് പറഞ്ഞാൽ മുഖം മൂടുന്നതും കൂടെ ആയിരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. യഹൂദ സ്ത്രീകളൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, മുഖം മൂടുമായിരുന്നു. പിന്നെ മോശ മുഖത്ത് മൂടുപടം ഇട്ടു എന്നല്ലേ അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ തല മൂടുക എന്നുള്ള ആശയമാണ്
കൊരിന്ത് ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംസ്കാരങ്ങളൊന്നും ക്രൈസ്തവ വീക്ഷണത്തിൽ പിന്തുടർന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് ഒരു ക്രിസ്തീയ വേദശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് കീഴടങ്ങിയിരുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ആത്മാവ്. അതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ വാദിക്കേണ്ടതും നമ്മൾ തർക്കിക്കേണ്ടതും ഒക്കെ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി മൂടുപടത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് തിരുവത്താഴത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും സ്നാനത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും അതിൻ്റെ ശരിയായിരിക്കുന്ന ആത്മാവും അർത്ഥവും ഇല്ലാതെ ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അതാണല്ലോ യഹൂദന്മാരെ കർത്താവ് ശാസിച്ചത്. നിങ്ങളോട് ആര് പറഞ്ഞു ഈ യാഗം കൊണ്ടുവരാൻ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞല്ലോ യാഗം കൊണ്ടുവരാൻ. ഈ വഴിപാടുകൾ യാഗങ്ങളൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് കൊണ്ടുവരുവാൻ? എനിക്കിതൊക്കെ വെറുപ്പാണെന്ന് പറഞ്ഞു, എനിക്കിതിലൊന്നും യാതൊരു പ്രസാദവുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ നിങ്ങൾ ദുഷ്ടനെ കാണുമ്പോൾ, വ്യഭിചാരിയെ കാണുമ്പോൾ അവനോട് കൂട്ടുകൂടുന്നു, ദുഷ്ടനെ കാണുമ്പോൾ അവനെപ്പോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നൊരു വഴിപാട് യാഗമൊക്കെ കൊണ്ട് നിങ്ങൾ അർപ്പിക്കുക. എന്തിന്? ദൈവത്തിന് യാതൊരു പ്രസാദവുമില്ല. ഈ പരിപാടികൾ നടത്തുന്ന ആലയം അടച്ചു കളയുക, അതാണ് പറയുന്നത്. അപ്പം നമ്മളും അങ്ങനെ ഒരു പരീക്ഷ മനോഭാവത്തിലേക്ക് എന്ത് ചെയ്യരുത്, പോകരുത്. ആന്തരിക കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യവും വിലയും ഊന്നലും നൽകേണ്ടത്. അപ്പോൾ തന്നെ ദൈവവചനത്തിൽ പറഞ്ഞതായിരിക്കുന്ന ആചാരങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. ഇപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് ചരിത്രപരമായിരിക്കുന്ന യാഥാർത്ഥ്യം. ആ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിലെ പൗരന്മാർ അനുഭവിക്കുന്നതും. എന്നാൽ ഓഗസ്റ്റ് 15 എന്ത് ചെയ്യും? എല്ലാവരും ദേശീയ പതാക ഉയർത്തും. ഈ ദേശീയ പതാക അല്ലല്ലോ സ്വാതന്ത്ര്യം. ദേശീയ പതാക സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ്, ഒരടയാളമാണ്. എന്നാൽ അതിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അത് 2 തുണിക്കഷ്ണമാണല്ലോ എന്ന ചിന്തയിൽ നമുക്ക് അതിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല, സമീപിക്കാനായിട്ട് സാധിക്കുമില്ല. അത്തരത്തിലാണ് ആചാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത്. ആന്തരികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ആത്മാവിന് വളരെ ഊന്നൽ നൽകിയാണ് നമ്മൾ ആളുകളെ ആ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതും പൗലോസ് ഈ വിലയേറിയ സത്യത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു കാര്യമാണ്. സ്ത്രീയും പുരുഷനും പരസ്പര ആശ്രിതരാണ്. 11-12 വാക്യങ്ങൾ 11-12 വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? ഞാൻ വായിച്ചു വിട്ടേക്കാം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷൻ സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. അധികാരം സംബന്ധിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും സ്ത്രീ പുരുഷന്മാർ പരസ്പര ആശ്രിതരായിട്ടാണ് കഴിയേണ്ടത്. ആ സഹകരണ മനോഭാവം അന്യോന്യം ഉണ്ടാകണം. കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതായിരിക്കുന്ന ആശയം അന്യോന്യമുള്ളതായിരിക്കുന്ന പരസ്പര ആശ്രയത്വം എന്നുള്ളതായിരിക്കുന്ന ആശയവുമായിട്ട് ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല. അത് തമ്മിൽ വൈരുദ്ധ്യം വരേണ്ടതായിരിക്കുന്ന ഒരാവശ്യമില്ല. അത് ആ നിലയിൽ ഒരുമിച്ച് പോകേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവിക ക്രമീകരണത്തിൽ അതുണ്ട്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വെല്ലുവിളി കൊരിന്ത്യരോട് നടത്തുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ തന്നെ വിധിപ്പിൻ. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? എന്നാ പറയണേ? യോഗ്യമോ എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? യോഗ്യമല്ലെന്നാണല്ലേ അതിൻ്റെ ഉത്തരം. പൗലോസ് പ്രതീക്ഷിക്കുന്ന അതാണ്, യോഗ്യമല്ല, അത് യോഗ്യമല്ല. എന്നിട്ട് പിന്നെ പറയുന്നതായിരിക്കുന്ന കാര്യം എന്താണ്? പിന്നെ പറയുന്നത് പ്രകൃതിയിലെ ഒരു പാഠം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്ത്രീ മൂടുപടം ധരിക്കാതെ പ്രാർത്ഥിക്കുന്നത് യോഗ്യമാണോ എന്ന് ചോദിക്കുന്നത്. എന്താണ് ആ പാഠം? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ് ആ പാഠം? പുരുഷൻ മുടി നീട്ടിയാൽ അത് അവമാനമാ എന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നുവെന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? പ്രകൃതിയിൽ നിന്നൊരു പാഠം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പാഠം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീ മൂടുപടം ധരിക്കാതെ പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? ഏത് സംസ്കാരത്തിലും പ്രകൃതിയിലെ പൊതുവായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് സ്ത്രീയുടെ നീണ്ട മുടി എന്ന് പറയുന്നത്. അത് സ്വാഭാവികമാണ്. ഏത് സംസ്കാരത്തിലും അങ്ങനെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ പ്രതീക്ഷിക്കുന്നത് നീണ്ട മുടിയുള്ള ആളും, പുരുഷന്മാരെ സംബന്ധിച്ച് പൊതുവെ പ്രതീക്ഷിക്കുന്നത് മുടി കത്തിരിച്ചതായിരിക്കുന്ന ആളുകളും. അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നു.
എവിടെയും അത് സാധാരണമാണ്. പിന്നെ ആ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന രീതികളൊക്കെ ആളുകൾ അവലംബിക്കാറുണ്ട്. എങ്കിലും ഒരു പൊതുവായിരിക്കുന്ന പ്രകൃതിയുടെ നിയമത്തെക്കുറിച്ചാണ് അത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നു. അതും ഒരു 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 പ്രയാസം ഉണ്ടാക്കുന്ന വാക്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നു അല്ലേ? മുടി നീട്ടിയാൽ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പറയുന്നത്, അതായത് മൂടുപടം ധരിച്ചില്ലെങ്കിലും സ്ത്രീ മൂടുപടത്തിന് പകരമായിട്ട് സ്ത്രീക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മുടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മൂടുപടം ധരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം ഇല്ല. അതാണോ പൗലോസ് അവിടെ പറയുന്നത്? പൗലോസ് പറയുന്നത് അതല്ല. അതാണ് പറയുന്നതെങ്കിൽ ആറാമത്തെ വാക്യവുമായിട്ട് വൈരുദ്ധ്യം വരും. മുടി മൂടുപടത്തിന് പകരമാണെങ്കിൽ മുടി കത്തിരിക്കാനായിട്ട് പറയേണ്ട ആവശ്യം എന്താ? മൂടുപടം ധരിക്കുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് 6-ാം വാക്യത്തിൽ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവിടെ മുടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. തല മുണ്ടനം ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ വാക്യം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമില്ലല്ലോ. സ്ത്രീക്ക് മൂടുപടത്തിന് പകരമാണ് മുടിയെങ്കിൽ അത് കത്തിരിക്കേണ്ട ആവശ്യം എന്താ? മൂടുപടം മതിയല്ലോ, അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. മൂടുപടം ധരിക്കണം എന്നതിനെ ന്യായീകരിക്കാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന ഒരു കാര്യം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പ്രകൃതി തന്നെ ഒരു മൂടുപടം സ്ത്രീക്ക് നൽകിയിരിക്കുന്നുവെങ്കിൽ മൂടുപടം ധരിക്കണമെന്ന സഭയുടെ ക്രമീകരണത്തെ നിഷേധിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നിഷേധിക്കേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യം അതിനകത്തില്ലല്ലോ. അതാണ് പറയുന്നത്. 16-ാമത്തെ വാക്യം, സമയം കുറവായതുകൊണ്ട് അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 16 എന്താ പറയുന്നത്? ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കും ഇല്ല. ഇതും പല നിലയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. മൂടുപടം ഇടുന്ന മര്യാദ ഞങ്ങൾക്കില്ലെന്നാണ് ഒരു വ്യാഖ്യാനം. അതാണ് ഒരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം, തർക്കത്തിന് വിധേയപ്പെടുത്തുവാൻ ആവശ്യമായ ഒരു പ്രാധാന്യം ഇതിനില്ല, വെറുതെ തർക്കിച്ചെന്ത് ചെയ്യേണ്ട, സമയം കളയേണ്ട ഒരാവശ്യം ഇല്ല. ഏറ്റവും സാധ്യമായിരിക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഇക്കാര്യത്തെക്കുറിച്ച് തർക്കിക്കാൻ ഭാവിക്കുന്ന ചിലരെ അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊരിന്തിൽ ഇത് സംബന്ധിച്ച് എന്തുണ്ടായിട്ടുണ്ട്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇത് എഴുതുന്നത്. സ്വാഭാവികമായും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വന്നവരായിരിക്കുന്ന ആളുകൾ പൗലോസ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെതിരെ തർക്കിക്കാൻ മുന്നോട്ട് വരും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്ക് ഇല്ല. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന മര്യാദ ഞങ്ങൾക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വാദിക്കാതെ ഇത് കർത്താവിൻ്റെ ഉപദേശമായി ഞങ്ങളും ദൈവസഭകളും അംഗീകരിക്കുന്നു. അത്രേ ഉള്ളൂ അതിൻ്റെ മറുപടി. അല്ലാതെ കൂടുതൽ വാദപ്രതിവാദമൊന്നും അത് സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നടത്തേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. അതുകൊണ്ട് പുരുഷൻ മൂടുപടം ധരിക്കാതെയും സ്ത്രീ മൂടുപടം ധരിച്ചും പൊതു ശുശ്രൂഷകൾ ചെയ്യണം എന്നുള്ളത് വേദശാസ്ത്ര മാനദണ്ഡങ്ങൾ കൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് വിരുദ്ധമായിരിക്കുന്ന ഒരാശയം വചനാനുസൃതം ന്യായീകരിക്കാനായിട്ട് നമുക്ക് പ്രയാസമാണ്. കൊരിന്തിലെ സംസ്കാരത്തിന് ചേരുന്ന ഒരു രീതി ആയിരുന്നില്ല പൗലോസ് സ്വീകരിച്ചത്. ക്രിസ്തീയ വേദശാസ്ത്രത്തിന് ചേരുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. അതിനാൽ ഇത് എന്നും എല്ലാ കാലത്തുമുള്ള സഭകൾക്ക് ബാധകമായ ഒരാചാരമായി ആദിമകാലം മുതൽ സ്വീകരിച്ചിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. സഭാചരിത്രത്തിലും ഈ ഒരു ആചാര രീതി അവലംബിച്ച് പോരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകൾ ഏകദേശം ഒരു 60 വർഷങ്ങൾക്ക് മുൻപ് എല്ലാ സ്ത്രീകളും മൂടുപടം ധരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴവിടെ മൂടുപടം ധരിക്കാത്ത സഭകളുണ്ട്, മൂടുപടം ധരിക്കുന്ന സഭകളുണ്ട്. പുരുഷന്മാർ ഇപ്പോഴും സഭായോഗങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ശിരസിൽ തൊപ്പിയുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പഴയ ഓർമ്മ അവരുടെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുപക്ഷെ അമേരിക്കയിൽ ഒരുപക്ഷെ ഉള്ളതായിരിക്കുന്ന അനേക സഭകളും ഈ ഉപദേശം ആ നിലയിൽ അംഗീകരിക്കാനും സ്വീകരിക്കാനുമുള്ളതായിരിക്കുന്ന സാധ്യതയില്ല. അവർ ആചാരപരമായ കാര്യങ്ങൾ ഒരു സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ചില വേദശാസ്ത്രികൾ വളരെ വ്യക്തമായി ഇത് ഒരു വേദശാസ്ത്ര അടിത്തറയുള്ളതാണ്, ഒരു അങ്ങനെയുള്ള ക്രൈസ്തവ സഭകൾക്ക് നൽകിയിരിക്കുന്ന ഒരു ആചാരം എന്ന നിലയിൽ നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. എനിക്കും രണ്ട് വശവും ഞാൻ ചിന്തിച്ച് നോക്കി, ഇതിലേതാണ് ശരിയായിട്ടുള്ളൊരു വസ്തുത. പിന്നെ എൻ്റെ ഒരു മുൻധാരണയുണ്ട് ഇതായിരിക്കും ശരിയെന്ന്. ഇനി ആ മുൻധാരണ ഇല്ലാത്തവർ ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടെ
നന്നായി പരിശോധിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ പരിശോധിച്ച് ശരിയായ നിലയിൽ ഉള്ള സത്യങ്ങൾ ഏത് വേദഭാഗത്തെ സംബന്ധിച്ചും നിലനിർത്തുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.